ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാനായിട്ട് വളരെയധികം ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ ദൈവം അത് കേട്ടു എന്നതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള, അത് കേട്ടു എന്ന് നമ്മളെ അറിയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിന് കുറച്ച് സൂചനകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പല വ്യക്തികളും ദൈവത്തിൽ നിന്നും ഉത്തരം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാതെ ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നവരാണ്. ഒത്തിരി ടെൻഷൻ അടിക്കുന്നുണ്ട്. നമ്മൾ എത്ര വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് മീതെ ഒരു ഉത്തരം നമുക്ക് എങ്ങനെ ലഭിക്കും എന്ന് അറിയാത്ത ഒത്തിരി ദൈവമക്കളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് ഒരു നിയോഗം, നമ്മുടെ ഒരു ആവശ്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ആദ്യം സംഭവിക്കുന്നത്. ഒന്നാമതായിട്ട്, ആ കാര്യം ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് സാധിച്ചു കിട്ടും. രണ്ടാമതായിട്ട്, ഒരുപക്ഷെ ആ കാര്യം വളരെ താമസിച്ച് കുറച്ച് സമയമെടുത്തിട്ട് നമുക്ക് സാധിച്ചു കിട്ടുന്നു. മൂന്നാമതായിട്ട്, നമ്മൾ പറഞ്ഞ ആ കാര്യം നമുക്ക് സാധിച്ചു കിട്ടുന്നില്ല, മറിച്ച് നമ്മൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു കാര്യമായിരിക്കും ഒരുപക്ഷെ നമുക്കതിന് പകരമായിട്ട് ലഭിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ്, ഈ ഒരു മേഖലയാണ് ദൈവം നമുക്ക് തരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടിയുണ്ട്, ചിലപ്പോൾ അത് നമുക്ക് ലഭിക്കണമെന്നും ഇല്ല. അല്പനാളത്തേക്ക് അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് യാതൊരു തരത്തിലുമുള്ള ഉത്തരങ്ങളും നമുക്ക് ലഭിച്ചെന്നും വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്കിതിനെ ഒരു വളരെ നല്ല രീതിയിൽ തന്നെ ആത്മീയമായിട്ട് തന്നെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു നിയോഗം സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം അത് കേട്ടു എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ആദ്യം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ നിന്നും എന്തോ ഒരു ഭാരം പുറത്തു പോയതുപോലെ നമുക്ക് അനുഭവപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു വളരെയധികം ഒരു സമാധാനം അനുഭവപ്പെടുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു, അഥവാ കേട്ടു എന്നുള്ളതിനുള്ള ഒരു സൂചനയാണ് കേട്ടോ. ഇത് വളരെ ജെനുവനായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരു കാര്യം കർത്താവിനോട് പറഞ്ഞു കഴിയുമ്പോൾ, ഇതിപ്പോൾ ആവശ്യം തന്നെ ആവണമെന്നില്ല, അതിനേക്കാൾ ഉപരി നമ്മളൊരു സമാധാനത്തിന് വേണ്ടി നമ്മളെ ആരും കേൾക്കുന്നില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ആരും ചെവിക്കൊള്ളുന്നില്ല, എൻ്റെ സങ്കടങ്ങൾ ആരും കേൾക്കാൻ എനിക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ പരാതികളും പരിഭവങ്ങളും വേദനകളും പങ്കുവെക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പങ്കുവെക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് വളരെയധികം ഒരു ആശ്വാസം ലഭിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് കടന്നു പോയതുപോലെ, അല്ലെങ്കിൽ എന്തോ ഒരു ഭാരം നമുക്ക് കുറഞ്ഞു പോയതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, തീർച്ചയായിട്ടും ദൈവം ആ പ്രശ്നം എടുത്തു മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നം ദൈവം കേട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അടുത്തത് എന്ന് പറയുന്നത്, ഇത് ഞാൻ പറയുന്നത് പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വഴികൾ തുറക്കുന്നു. അതായത് നമ്മളൊരു കാര്യം ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുൻപേ തന്നെ ഒരു വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെയോ നമുക്കതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്നു. ചിലപ്പോൾ അന്ന് തന്നെ ലഭിക്കാം, അതല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലഭിക്കാം, അതുമല്ലെങ്കിൽ ആഴ്ചകളെടുക്കാം. അപ്പോൾ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട കാര്യത്തിന്മീതെ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം അതിനൊരു അടയാളം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വ്യക്തിയിലൂടെയോ നമ്മളെ സഹായിച്ചിരിക്കും എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ഉത്തരമാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം.
നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവം വെളിപ്പെടുത്തലുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ചില സ്വപ്നങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ഉത്തരങ്ങൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വ്യക്തികളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അയ്യോ ഇത് എന്നോടാണല്ലോ ദൈവം സംസാരിക്കുന്നത് എന്ന് നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അടുത്തത് നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ കുറയുന്നു. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഉത്തരങ്ങളാണ് കേട്ടോ. ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ ആ ഉത്തരത്തിന്മേൽ നമുക്ക് ഉത്തരം ലഭിക്കുകയാണ്. അതായത് പ്രശ്നം, നമ്മളൊരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധി നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ തന്നെ അവിടെ ദൈവം പ്രവർത്തിക്കുന്നു. അതായത് പെട്ടെന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതായിട്ടും ആ പ്രതിസന്ധി വളരെയധികം സമാധാനപരമായി കുറയുന്നതുമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടേയിരിക്കുന്നു, അഥവാ ഇപ്പോഴും കേൾക്കുന്നു എന്നുള്ളതിന് വലിയൊരു അടയാളം തന്നെയാണ്. അടുത്തത് നമ്മൾ തിരുവചനത്തിലൂടെ ദൈവത്തോട് സംസാരിക്കുമ്പോഴാണ്. അത് ഏറ്റവും അധികം ദൈവം സംസാരിക്കുന്ന ഒരു മേഖല തിരുവചനം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ആവശ്യം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ എനിക്ക് ഉത്തരം തരണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും അവർക്ക് വചനത്തിലൂടെ ദൈവം സംസാരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ ചോദിക്കുമ്പോൾ തന്നെ അതിന് അനുസൃതമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആവശ്യം എന്താണോ ആ ആവശ്യത്തിന് ഒരു ഉത്തരം, കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ സുവിശേഷം കേൾക്കുന്ന സമയത്ത് ചില വ്യക്തികളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും നമുക്ക് തോന്നാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില വ്യക്തികൾ നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ദൈവം നമ്മളെ നോക്കിയിട്ട് ആ വ്യക്തി നമ്മളെ നോക്കുന്നത് നമുക്ക് അനുഭവപ്പെടുന്നു. ആ വ്യക്തി നമ്മളുടെ നേരെ കണ്ണുകൾ നമ്മുടെ നേരെ തിരിച്ചുകൊണ്ട് ചിലപ്പോൾ കൈ ചൂണ്ടിക്കൊണ്ട്, ചിലപ്പോൾ അച്ഛന്മാരാവാം, സുവിശേഷകരാവാം, ആരുമായിക്കോട്ടെ നമ്മളെ നോക്കിക്കൊണ്ട് ആ വ്യക്തി നമ്മളോട് സംസാരിക്കുന്നതായിട്ട്, നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമുക്കൊരു ഉത്തരം തരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് അത് എന്നോടാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളത് ഏറ്റെടുക്കാനായിട്ട് മറക്കാതിരിക്കുക. രണ്ടാമതായിട്ടുള്ളത് നമുക്ക് കുറച്ച് താമസിച്ച് നമുക്ക് അനുഭവപ്പെടുന്നു. അതായത് കുറച്ച് സമയം ദൈവം ഗ്യാപ്പിട്ടിട്ട് നമുക്ക് തരുന്നത് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിന്തിക്കുക. അത് മറന്നു പോകാതിരിക്കുക. അതൊരിക്കലും ദൈവസന്നിധിയിൽ നിന്നും നമ്മുടെ ഉത്തരങ്ങൾ ദൈവം കേൾക്കുന്നില്ല എന്നതിനല്ല അർത്ഥം. കുറച്ച് കാത്തിരിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കാത്തിരിപ്പിൽ നമുക്ക് മടുപ്പ് തോന്നാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു രണ്ടാമത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് മടുപ്പൊരിക്കലും ഉണ്ടാവാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലാണ് ഏറ്റവും അധികം മാറ്റങ്ങൾ ഉണ്ടാവുക. അതായത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ശാന്തത അല്ലെങ്കിൽ ഒരു സമാധാനം അനുഭവിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാം. അതായത് നമുക്ക് ആകുലതകൾ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് മനസ്സിൽ നിന്നും എന്തെന്നില്ലാത്ത ഒരു ഭാരം എടുത്തു മാറ്റതുപോലെ അനുഭവപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ പൊതുവേ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവം കേൾക്കുന്നു എന്നതിനുള്ള മറ്റൊരടയാളം കൂടിയിട്ടാണ്. അടുത്തതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ പ്രാർത്ഥന കാലഘട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ താമസിക്കാറുണ്ട്. അപ്പോൾ ഈ താമസിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓർക്കുക, മനസ്സിലായോ? ദൈവം നമ്മളോട് കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ വിശ്വാസം കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം ഉത്തരം തരുന്നതായിരിക്കും.
അവിടെ നമുക്ക് ലഭിക്കുന്നത്, ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ധൈര്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. കാത്തിരിക്കാനുള്ള ക്ഷമ, ധൈര്യം, ദയ, എളിമ, വിനയം, സ്നേഹമൊക്കെ നമുക്ക് കാത്തിരിപ്പിലൂടെ ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചില ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ടേക്ക് നീങ്ങുക, കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്മീതെ ദൈവം നിങ്ങൾക്കൊരു ഉത്തരം തരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില കാര്യങ്ങൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ചിലത് നമുക്ക് ലഭിക്കത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പല രീതിയിൽ ശ്രമിക്കും. ഈ ഓരോ കാലഘട്ടത്തിൽ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് പോകും. ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടും, ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഒട്ടും ഉത്തരം കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാതെ നമ്മൾ എന്തിനാണ് ദൈവം അങ്ങനെ നമ്മളോട് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ദൈവം നമുക്കൊരു അടയാളം തരികയാണ്. അങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യമായിട്ട് വേണ്ടത് കാത്തിരിക്കുക, അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നതാണ്. അത് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഒരു പക്ഷേ നമ്മൾ സമർപ്പിച്ച കാര്യം ദൈവസന്നിധിയിൽ കർത്താവ് അത് സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് മറ്റൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യമല്ല, ഒരു പക്ഷേ മറ്റൊരു കാര്യം നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കിട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ഓർക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവിടെ നിന്ന് നയിക്കുന്നു. അഥവാ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഒരു പക്ഷേ ദൈവസന്നിധി അർപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അത് ദൈവം നടത്തി തന്നിട്ടില്ലെങ്കിൽ അത് സ്വീകാര്യമല്ല. കാരണം അതിന്മേൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരിതമോ ദുഃഖമോ വിലാപമോ ഉണ്ടാവാൻ സാധ്യത ഏറെയുണ്ട് ആ വിഷയത്തിന്മേൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ താമസിച്ചാൽ തന്നെ ആരും ഭയപ്പെടുകയോ വേദനയ്ക്കോ ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനേക്കാൾ ഏറെ നല്ലത് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത്, 1 സമാധാനമാണ്, 2 നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെടുന്നു, 3 നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശ്വാസം വർദ്ധിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യങ്ങൾ പറയുമ്പോഴും നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോഴും നിങ്ങൾക്കിത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആത്മശോധന ചെയ്യുക, മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റുക തന്നെ ചെയ്യുക, കർത്താവിന് വേണ്ടി കാതോർത്തിരിക്കുക. അവിടുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നിങ്ങളും കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ.